തിരുവനന്തപുരത്ത് കാറ്റിലും മഴയിലും വ്യാപക നാശനഷ്ടമുണ്ടായെന്ന് ഞങ്ങളുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. കിളിമാനൂർ നഗരൂരിൽ കൂറ്റൻ മരം കടപുഴകി വീണ് വീടിന്റെ മേൽക്കൂര തകർന്നു. നഗരൂർ ചെക്കാലക്കോണം തുളസിയമ്മയുടെ വീടിന് മുകളിലാണ് മരം വീണത്. കരകുളം കാച്ചാണിയിൽ മരം കടപുഴകി വീണ് കാറും സ്കൂട്ടറും തകർന്നുപോയി. സ്കൂട്ടർ യാത്രക്കാരിക്ക് പരിക്കേൽക്കുകയും ചെയ്തു. സലീം മാലിക് ചേരുന്നു തിരുവനന്തപുരത്ത്. സലീം, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. എന്താണ് കൂടുതൽ വിവരങ്ങൾ? ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ മഴ പെയ്യുന്നുണ്ടോ? തിരുവനന്തപുരം ടൗണിന്റെ അവസ്ഥ എന്താണ്? തിരുവനന്തപുരം നഗരത്തിൽ ഇപ്പോൾ മഴയ്ക്ക് ഒരു അല്പശമനമുണ്ട്. അതേസമയം മലയോര മേഖലയിൽ ശക്തമായ മഴ ഇപ്പോഴും തുടരുകയാണ്. നഗരത്തിലും അല്പസമയം മുൻപ് വരെ കനത്ത മഴയുണ്ടായിരുന്നു. കൂടുതൽ നാശനഷ്ടങ്ങൾ അത്രയും മലയോര മേഖല കേന്ദ്രീകരിച്ചാണ് ഉണ്ടായിട്ടുമുള്ളത്. അതിനിടയിൽ നഗരമേഖലയിലും ചില്ലറ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നഗരത്തിൽ തന്നെ ഒരിടത്ത് മരം വീണ് ഏറെ നേരം ഗതാഗതം മുടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ തിരുവനന്തപുരത്തെ വിവിധ റെയിൽവേ സ്റ്റേഷനുകൾക്ക് സമീപത്തേക്ക് റെയിൽവേ പ്ലാറ്റ്ഫോമുകളിലേക്കൊക്കെ മരം വീണ് അങ്ങനെ ട്രെയിൻ ഗതാഗതം താറുമാറായിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ പല ട്രെയിനുകളും പിടിച്ചിട്ടിരിക്കുകയാണ്. മണിക്കൂറുകളായി ട്രെയിനിൽ കുടുങ്ങിക്കിടക്കുന്ന ആളുകൾ നിരവധിയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം തന്നെ ഈ അപകടങ്ങൾ, വീടിന് മുകളിലേക്ക് മരം വീണുള്ള അപകടങ്ങളൊക്കെയും കൂടുതലായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ശക്തമായ കാറ്റ് മലയോര മേഖലയിലൊക്കെ വീശിയടിക്കുകയും ചെയ്യുന്നുണ്ട്. ഒറ്റശേഖരമംഗലത്ത് വീടിന് മുകളിലേക്കാണ് മരം വീണത്. നെടുമങ്ങാട് അഴീക്കോടിന് സമീപത്ത് വലിയ പരസ്യ ബോർഡ് ശക്തമായ കാറ്റിൽ മറിഞ്ഞു വീഴുന്ന സാഹചര്യമുണ്ടായി. അതിനെ തുടർന്ന് നെടുമങ്ങാട് വെമ്പായം റൂട്ടിൽ ഗതാഗതം പൂർണ്ണമായും നിലയ്ക്കുന്നൊരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത് ഭാഗികമായി പരിഹരിച്ചിട്ടുണ്ട്. ഇപ്പോഴും വലിയ ഗതാഗത കുരുക്ക മേഖലയിൽ നേരിടുന്നുണ്ട്. മാത്രമല്ല പലയിടങ്ങളിലും വൈദ്യുത പോസ്റ്റുകൾ തകർന്ന് മലയോര മേഖലയിൽ വൈദ്യുതി തടസ്സം നേരിടുന്നുണ്ട്. പല മേഖലകളിലും വൈദ്യുതി ഇല്ലാത്ത സാഹചര്യമാണുള്ളത്. ഒപ്പം തിരുവനന്തപുരം കരകുളം കാച്ചാണിയിൽ മരം റോഡിലേക്ക് വീണ് 2 സ്കൂട്ടർ തകർന്ന ഒരു സാഹചര്യമുണ്ടായി. ആ പ്രദേശത്തും ഗതാഗത തടസ്സമുണ്ട്. ഒപ്പം ഒറ്റശേഖരമംഗലം, നെടുമങ്ങാട്, കഴക്കൂട്ടം, കാച്ചാണി തുടങ്ങിയ മേഖലകളിലാണ് ശക്തമായ മഴ പെയ്തിരിക്കുന്നത്. അതിനിടയിൽ നഗരൂരിൽ ഒരു വീടിന് മുകളിലേക്ക് കൂറ്റൻ മരം കടപുഴകി വീണ വീട് പൂർണ്ണമായും തകരുന്നൊരു സാഹചര്യമാണ് ഉണ്ടായിട്ടുണ്ട്. നഗരൂർ ചെക്കാലക്കോണം സ്വദേശിനിയായ തുളസിയമ്മയുടെ വീടിന് മുന്നിലേക്കാണ് മരം വീണത്. ഒപ്പം തന്നെ അതിൻ്റെ ആ വീടിന് ഏറെക്കുറെ വലിയ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. റെയിൽവേ ട്രാക്കിൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച റെയിൽവേ ട്രാക്കിലെ മരം വീഴ്ചത് കഴക്കൂട്ടം, കടക്കാവൂർ എന്നിവിടങ്ങളിലെ റെയിൽവേ ട്രാക്കിന് സമീപത്താണ് മരം വീണത്. അറ്റകുറ്റപ്പണികൾ പുരോഗമിക്കുകയാണ്. മരം നീക്കം ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ട്രെയിൻ ഗതാഗതം പൂർണ്ണമായും ശരിയാക്കാൻ ഇതുവരെയും സാധിച്ചിട്ടില്ല. മരം നീക്കം ചെയ്തതിന് ശേഷം വൈദ്യുതിയുടെ സുരക്ഷ കൂടി പരിശോധിച്ചതിന് ശേഷം മാത്രമേ ഈ ട്രെയിനുകൾ കടത്തിവിടൂ എന്നുള്ളതാണ് നിലവിലുള്ളത്. അങ്ങനെ വിവിധ ഇടങ്ങളിൽ തിരുവനന്തപുരത്തും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. SKN.